ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു തിരുവചനം ശ്രവിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. പ്രഭാഷകൻ 15-14-ാമത്തെ തിരുവചനം. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വാതന്ത്ര്യം നമ്മളുടെ ജന്മാവകാശമാണ്. നമ്മുടെ ഈ ജന്മാവകാശമായ സ്വാതന്ത്ര്യം നാം ആർക്കും വിട്ടുകൊടുത്തുകൂടാ, ആർക്കും അടിയറ വെച്ചുകൂടാ. പ്രത്യേകിച്ച് നമ്മെ അസ്വാതന്ത്ര്യത്തിലേക്ക് വലിച്ചെടുക്കാൻ പരിശ്രമിക്കുന്ന സാത്താന് ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം അടിയറവ് വെച്ചുകൂടാ. സ്വാതന്ത്ര്യം നമ്മളുടെ ജന്മാവകാശമാണ്. അത് നാം ആർക്കും അടിയറവ് വെച്ചുകൂടാ. ഒരിക്കൽ ഗാലാ പള്ളിയിൽ മസ്കറ്റിൽ ഞാൻ കുർബാനയ്ക്ക് വന്ന സഹോദരി സഹോദരന്മാരോട് ആ പള്ളിയുടെ പ്രധാന കവാടത്തിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കാതെ വരുന്നവർ മുന്നിലോട്ട് കയറി ആദ്യത്തെ പ്യൂസ് മുതൽ ഇരിക്കാൻ തുടങ്ങിയെന്നാൽ അത് നല്ലൊരു ശീലമായിരിക്കും, നല്ലൊരു പ്രവൃത്തിയായിരിക്കും. മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലും അതിലുണ്ട്. നല്ല ഡിസിപ്ലിനോടുകൂടി നമുക്ക് ശുശ്രൂഷകൾ നടത്താനും സാധിക്കും എന്നുള്ള ധാരണയിൽ ബർണബാസ് മദ്യച്ചനും ഞാനാണ് കുർബാന ചൊല്ലുന്നതെങ്കിൽ ബർണബാസ് അച്ഛൻ ഇങ്ങനെ ആൾക്കാരോട് മുന്നോട്ട് പോകാൻ അഭ്യർത്ഥിക്കും. ബർണബാസ് അച്ഛൻ കുർബാന ചൊല്ലാനായിട്ട് സാക്രിസിലോട്ട് പോയി. ഞാൻ ഇവിടെ കുമ്പസാരക്കൂട്ടിലിരുന്ന് കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ആൾക്കാരോട് മുന്നോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വളരെ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ ചോദിച്ചു, ഫാദർ, കാൻഡ് യു ഗിവ് അറ്റ്ലീസ്റ്റ് സം ഫ്രീഡം ഇൻസൈഡ് ദ ചേർച്ച്? അച്ചോ, പള്ളിയിലെങ്കിലും അല്പം സ്വാതന്ത്ര്യം തന്നുകൂടെ എന്ന് വളരെ ദേഷ്യത്തോടും ഒച്ചയോടും കൂടി ചോദിച്ചു. പള്ളിയിലുള്ളവരൊക്കെ അവരിങ്ങനെ അതിശയിക്കുകയാണ്. ആരാണ് ഇത്രയും ഒച്ചയിൽ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത ആൾക്കാരോട് നീങ്ങിയിരിക്കാൻ പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയി. എല്ലാവരും പറഞ്ഞതനുസരിച്ച് മുന്നിലെ പ്യൂസിലേക്ക് പോയിരുന്നു. ഈ സ്ത്രീ മാത്രം ദേഷ്യത്തോടുകൂടെ അവിടെ തന്നെ ഇരുന്നു. കുർബാന കഴിഞ്ഞ് ആൾക്കാർ എന്നെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് പലരും ഇങ്ങനെ വന്നു. ചിലർ ബ്ലെസ്സിങ്ങിന് വന്നു, ചിലർ ഏതെങ്കിലും അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് എന്നോട് ചോദിച്ചു, ക്യാൻ ഐ ഹാവ് ഫ്യൂ മിനിറ്റ്സ് വിത്ത് യു? കുറച്ച് സമയം തരാമോ? തരാമല്ലോ, വരൂ. ഞാൻ അവരെ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ ചോദിച്ചു, പക്ഷെ അത്ര ദേഷ്യത്തിലല്ല. ഫാദർ, വൈ കാൻറ്റ് യു ഗീവ് സം ഫ്രീഡം അറ്റ്ലീസ്റ്റ് ഇൻസൈഡ് ദ ചേർച്ച്? എന്തുകൊണ്ട് ഈ പള്ളിക്കകത്തെങ്കിലും അല്പം സ്വാതന്ത്ര്യം തന്നോട്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അങ്ങോട്ട് പോയിരിക്കും, അവിടെ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നത് എന്താണ്? അപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ആ സഹോദരിയോട് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ഫ്രീഡം? സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് എന്താണ് സഹോദരി അർത്ഥമാക്കുക? അപ്പോഴവർ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, എനിക്ക് സൗകര്യമുള്ളത് ചെയ്യുക, എനിക്ക് ആഗ്രഹമുള്ള വിധത്തിൽ പ്രവർത്തിക്കുക. അവർ പറഞ്ഞ ആ വാചകത്തിൻ്റെ എല്ലാം കേന്ദ്രം അവർ തന്നെയായിരുന്നു, ഐ മൈ മൈൻ. അപ്പോൾ ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോട് തന്നെ പറഞ്ഞു, സഹോദരി പറഞ്ഞ ആ വാചകത്തിൻ്റെ കേന്ദ്രം സഹോദരി തന്നെയായിരുന്നു, ഐ മൈ മൈൻ. അപ്പോൾ എൻ്റെ എളിയ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്വാതന്ത്ര്യമല്ല, അത് സ്വാർത്ഥതയാണ്. എനിക്ക് ഇഷ്ടമുള്ളത്, ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് സൗകര്യമുള്ളത് ചെയ്യുക, അതല്ല സ്വാതന്ത്ര്യം. അപ്പോൾ അവർ വളരെ മൈൽഡായിട്ട് ഇങ്ങനെ ചോദിച്ചു, ദെൻ വാട്ട് യു മീൻ ബൈ ഫ്രീഡം? ക്യാൻ യു എക്സ്പ്ലെയിൻ? അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. എൻ്റെ മനസ്സിൽ എബ്രഹാം ലിങ്കൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഓർമ്മ വന്നു.
എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ പ്രസിഡൻ്റായതിനു ശേഷം അദ്ദേഹം നിയമപ്രകാരം അടിമക്കച്ചവടം നിർത്തൽ ചെയ്ത വ്യക്തിയാണ്. അടിമക്കച്ചവടം നിർത്തൽ നിയമാനുസൃതമായി നിർത്തൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് അടിമകളെ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷം അവരെ സ്വതന്ത്രരായി വിടുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു യുവതിയെ, കാണാൻ നല്ല മിടുക്കിയായ ഒരു അടിമ യുവതിയെ അവളുടെ യജമാനൻ ഇങ്ങനെ ലേലം വിളിക്കുകയാണ്. വലിയൊരു തുക ലേലത്തിൽ കൊടുത്ത് ഈ യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ യുവതിക്ക് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു. ടുഡേ ഓൺവേർഡ്സ് യു ആർ എ ഫ്രീ പേഴ്സൺ. ഈ നിമിഷം മുതൽ നിങ്ങൾ സ്വതന്ത്രയാണ്, ആരുടെയും അടിമയായിരിക്കേണ്ട. ഇതാ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ സ്ത്രീ സ്വതന്ത്രയായി ഇങ്ങനെ വീടിന് പുറത്തേക്ക് നടക്കുകയാണ്. എബ്രഹാം ലിങ്കൺ വളരെ അഭിമാനത്തോടെ നിന്നു, ഒരു വ്യക്തിയെ കൂടി എനിക്ക് സ്വതന്ത്രയാക്കാൻ സാധിച്ചല്ലോ. പക്ഷെ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ സ്ത്രീ തിരിച്ചു നടക്കാൻ തുടങ്ങി. എബ്രഹാം ലിങ്കൻ്റെ മുന്നിൽ മുട്ടുകുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് താങ്കൾ. ആയതിനാൽ എന്നെ നിങ്ങളുടെ അടിമയായിരിക്കാൻ അനുവദിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിക്കും സ്വതന്ത്രയായിരിക്കും. ഓർക്കുക, ഒരു സ്ത്രീ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളുടെ അടിമയാകാൻ എന്നെ അനുവദിക്കുന്നുവെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവം സകല നന്മയുടെയും ഉറവിടമാണ്. ദൈവം തന്നെ നന്മയാണ്, ദൈവം തന്നെ സ്നേഹമാണ്, ദൈവം തന്നെ ഏതെല്ലാം നന്മയുണ്ടോ അതിൻ്റെയൊക്കെ ഉറവിടമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ അടിമയായിരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആയതിനാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് വിരോധാഭാസമായി തോന്നിയേക്കാം, ഒരടിമത്തമാണ്. എന്നാൽ ഏതു വിധത്തിലുള്ള അടിമത്തം? ദൈവഹിതത്തിന് സ്വയം അടിമപ്പെടുത്തുന്ന ഒരു വ്യക്തി ശരിക്കും സ്വതന്ത്രനായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം ഈ സ്ത്രീ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക. ഈ പള്ളിയിലെ പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ദൈവഹിതം നമ്മളെല്ലാവരും ഒന്നായിരിക്കണമെന്നുള്ളതാണ്. യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നീണ്ട പ്രാർത്ഥനയാണ്. പുത്രനായ യേശു പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കുവാനിടയാക്കണമേ. ദൈവമക്കളായ മനുഷ്യർ ഒന്നായിട്ട് ഒരുമിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് പിതാവിൻ്റെ തിരഹിതമാണ്. ആ ഐക്യപ്രകടനമാണ് നാം പള്ളിയിൽ വരുമ്പോൾ ആദ്യം വരുന്ന ആൾ മറ്റുള്ളവരെക്കുറിച്ച് കരുതിക്കൊണ്ട് ആദ്യത്തെ സീറ്റിൽ പോയിരിക്കുന്നു, അടുത്ത ആൾ അതിൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്നു. അങ്ങനെ ആർക്കും ആരോടും പറയേണ്ട ആവശ്യമില്ല. അതെല്ലാവരും അനുകരിച്ചു കഴിയുമ്പോൾ ആ ശുശ്രൂഷ തന്നെ വളരെ അനുഗ്രഹദായകമായിരിക്കും. വളരെ അടുക്കും ചിട്ടയുമുള്ള നല്ല ഡിസിപ്ലിനോട് കൂടിയുള്ള ശുശ്രൂഷയായിരിക്കും എന്ന് ആ സഹോദരിയോട് പറഞ്ഞപ്പോൾ, താങ്ക് യു ഫാദർ, അടുത്ത ദിവസം മുതൽ ഞാൻ പള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ വിധത്തിൽ ഞാൻ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കും. ആ സ്ത്രീ അതിൻ്റെ അടുത്ത ആഴ്ച തന്നെ പള്ളിയിൽ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ ഏറ്റവും അടുത്ത ഫ്രീ ആയിട്ടുള്ള സീറ്റിൽ വന്നിരുന്നു. അതിന് ശേഷം 7-8 വർഷം ഗാലയിൽ തന്നെ ഉണ്ടായിരുന്നു, ഗാല പള്ളിയിൽ. ഞാൻ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ദുബായ് സിറ്റി പള്ളിയിലേക്ക്, റൂവി പള്ളിയിൽ പോയി. അവർ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകുന്നതിന് മുമ്പ് അവർ വീണ്ടും റൂവി പള്ളിയിൽ വന്ന് എന്നോട് നന്ദി പറഞ്ഞിട്ട് പോയി. അച്ചോ, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് വളരെ സഹായകമായി.
വളരെയധികം നന്ദിയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവഹിതത്തിന് നമ്മെ തന്നെ പരിപൂർണമായി അടിമപ്പെടുത്തുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമാതാവ്. പരിശുദ്ധ കന്യകാമാതാവ് മംഗലവാർത്ത സമയത്ത് മാലാഖ രക്ഷകനായ യേശുവിന് ജന്മം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും എന്നവൾ സംശയം ചോദിച്ചു. പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ വന്ധ്യയായി അറിയപ്പെട്ടിരുന്നവൾ ഇപ്പോൾ ഗർഭിണിയാണ്. 6 മാസമായി അവൾ ഇപ്പോൾ ഗർഭിണിയായിട്ട്. അപ്പോൾ പരിശുദ്ധ കന്യാമാതാവ് തന്നെ സ്വതന്ത്രയാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് അറിഞ്ഞു അതിനായി പരിപൂർണമായി സമർപ്പിച്ച പരിശുദ്ധ കന്യാമാതാവ് മനുഷ്യരിൽ വെച്ച് സ്വാതന്ത്ര്യം അനുഭവിച്ച് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച വ്യക്തിയാണ്. ഒരു നിമിഷം മാത്രം അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്ത വ്യക്തിയല്ല. ദൈവഹിതം ജീവിതം അവസാനിക്കുന്നതുവരെ, ആരംഭം മുതൽ അവസാനിക്കുന്നതുവരെ ദൈവഹിതം ഒട്ടും നിർവഹിക്കാൻ പരിപൂർണമായി നിർവഹിച്ചു. ഒട്ടും ആ നിർവഹണത്തിൽ പരാജയപ്പെട്ടില്ല. അങ്ങനെ അവൾ സ്വതന്ത്രയായി. നമ്മൾ മാതാപിതാക്കൾ എന്തുമാത്രം സ്വതന്ത്രരാകുന്നുവോ അത്രയും മക്കൾ സ്വതന്ത്രരാകുവാൻ, അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് യേശുനാഥൻ മാതാവ് ജനനം നൽകിയ, മാനുഷികമായി ജനനം നൽകിയ ദൈവപുത്രനായ യേശുനാഥൻ പീഡാസഹന വേളയിൽ തോട്ടത്തിൽ, ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അനുഭവിക്കാനിരിക്കുന്ന സഹനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്, പീഡാസഹനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ തന്നെ രക്തം വിയർക്കുവോളം അവൻ്റെ മനസ്സ് വേദനിച്ചു, ദുഃഖിച്ചു, അസ്വസ്ഥമായി. അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. യേശു തൻ്റെ ജീവിതം മുഴുവനും ജീവിതത്തിലെ ഓരോ നിമിഷവും പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് പ്രവർത്തിച്ചവനാണ്. ആയതിനാൽ യേശു ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിച്ചത് സ്വന്തം അമ്മയിൽ നിന്നല്ലേ. ആ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ, നിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. പുത്രനും അതുതന്നെ. പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് അവൻ ഓരോ നിമിഷവും ചെലവഴിച്ചു. അതിനെക്കുറിച്ച് നാം ബൈബിളിൽ പല ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. അവൻ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും താഴേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കിണറ്റിൻകരയിൽ ആ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങിക്കാൻ പുറത്തു പോയി, അകലെ പോയി. അവർ തിരികെ ഭക്ഷണമായിട്ട് വന്നു. യേശുവിനോട് പറഞ്ഞു, ഇതാ ഭക്ഷണം, നിനക്ക് വിശക്കുന്നില്ലേ? അപ്പോൾ യേശു അവരോട് പറയുകയാണ്, എൻ്റെ ഭക്ഷണം എൻ്റെ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുക എന്നുള്ളത് യേശു ഓരോ നിമിഷവും അവൻ അത് പൂർത്തീകരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിലാണ് ആ കിണറ്റിൻകരയിലെ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണമെന്ന് അവൻ പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നാം സ്വതന്ത്രരായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. സാത്താൻ നമ്മളെ അവൻ്റെ ചൊൽപ്പടിക്ക്, അവൻ പറയുന്നതനുസരിച്ച് അവൻ്റെ പ്രലോഭനത്തിന് വഴിപ്പെട്ട് അസ്വതന്ത്രരായി പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിലുള്ള സകലതിലൂടെയും അവൻ്റെ അടിമ നമ്മളെ എല്ലാവരെയും
അവൻ്റെ അടിമയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധ കന്യാമാതാവും പുത്രനായ യേശു ക്രിസ്തുവും സ്വാതന്ത്ര്യം പരിപൂർണമായി അനുഭവിച്ചുകൊണ്ട് പിതാവിൻ്റെ ഹിതം ഓരോ നിമിഷവും നിറവേറ്റിക്കൊണ്ട് ആ ജന്മ അവകാശമായ സ്വാതന്ത്ര്യത്തെ അവർ ജീവിതം മുഴുവനും ആസ്വദിച്ചു അനുഭവിച്ചു. നമുക്കും മാതൃകയായി അവർ മുന്നിട്ട് നിൽക്കുന്നു. യേശുനാഥൻ ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുന്നുണ്ട്. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് യേശു താനാവുന്ന സത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് ചോദിക്കുകയാണ്, എന്താണ് സത്യം? സത്യം എന്നുള്ളത് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് ഇപ്രകാരം വായിക്കുന്നു. തോമസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലാണ് തോമാസ് ലീഹ യേശുവിനോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പോൾ യേശു പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനുമായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകും. ആയതിനാൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായിരിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. ആ ജന്മാവകാശത്തെ കവർന്നെടുക്കുവാൻ, ഇല്ലാതാക്കുവാൻ സാത്താൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആയതിനാൽ യേശു വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതേ അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ആരാണ് നമ്മെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, സാത്താനാണ് നമ്മെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണെങ്കിൽ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പാപം ചെയ്യുന്നവൻ സാത്താൻ്റെ അടിമയാണ്. സാത്താൻ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ നാം അവന് നമ്മെ തന്നെ അടിമപ്പെടുത്തുകയാണ്. ആ അടിമത്വം സ്വാതന്ത്ര്യമാണ് എന്നവൻ തെറ്റിദ്ധരിപ്പിക്കും. ആ അടിമത്വത്തിൽപ്പെട്ട് കഴിയുമ്പോൾ നാം വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നു പോകും എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി കഷ്ടപ്പാടിലേക്ക്, വേദനയിലേക്ക്, സഹനത്തിലേക്ക് നയിക്കും എന്നോർക്കുക. ആയതിനാൽ സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 15:14 കർത്താവ് ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളയാൻ സാത്താൻ നമ്മുടെ ചുറ്റുമുണ്ട് എന്നോർക്കുക. 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ പിന്നാലെ, ആരെ കടിച്ചു കീറണം, വിഴുങ്ങണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ പിന്നാലെ ഉണ്ട്. ആയതിനാൽ നാം അവന് വശംവദരാകരുത്. നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെട്ട് അവൻ്റെ ശക്തിയിൽ ആശ്രയിച്ച്, കൃപയിൽ ആശ്രയിച്ച് പോകുമ്പോൾ അവൻ നമ്മളെ കരങ്ങൾ പിടിച്ച് ഉയർത്തിക്കൊള്ളും സ്വാതന്ത്ര്യത്തിലേക്ക്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്. അത് സാത്താനും മറ്റൊരു ശക്തിക്കും നാം വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കുകയില്ല എന്ന് നമുക്കുറച്ച് തീരുമാനിക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ, നേടിത്തന്ന ആ സ്വാതന്ത്ര്യം എന്നും ഞങ്ങളുടെ സ്വന്തമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമാതാവേ,
പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ച അമ്മേ, ഞങ്ങളും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.